തിരുപ്പതി ക്ഷേത്രത്തിന്റെ മഹാദ്വാരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ പഴയ ഇരുമ്പ് കമ്പിപ്പാര കണ്ടിട്ടുണ്ടോ? എന്തിനാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ ഇങ്ങനെയൊരു സാധനം വെച്ചിരിക്കുന്നത്? ഇതിന് ഭഗവാന്റെ താടിയിലെ ഉണങ്ങാത്ത മുറിവുമായി എന്തു ബന്ധമാണുള്ളത്? അറിയാം, സ്വർഗമുപേക്ഷിച്ച് ഭഗവാൻ ഭൂമിയിലെത്തിയ ആ വിസ്മയ കഥ. ദ്വാരക സമുദ്രത്തിനടിയിലേക്ക് മറഞ്ഞപ്പോൾ കൃഷ്ണൻ ഭൂമി വിട്ടുപോയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കലിയുഗത്തിലെ മനുഷ്യരെ രക്ഷിക്കാൻ ഭഗവാൻ ഇന്നും ഇവിടെയുണ്ട്. പക്ഷേ ഒരു കരിങ്കൽ ശിലയായി. വിഗ്രഹം വിയർക്കുന്ന, ശ്വസിക്കുന്ന 7 മലകൾക്കു മുകളിലെ ആ നിഗൂഢ ലോകത്തെക്കുറിച്ച് ആരും പറയാത്ത ആ സത്യമിതാ. കലിയുഗത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ സാക്ഷാൽ മഹാവിഷ്ണു ശിലയായി അവതരിച്ച തിരുപ്പതി. കലിയുഗത്തിന്റെ തുടക്കത്തിൽ മുനിമാരും മഹർഷിമാരും ലോകനന്മയ്ക്കായി ഒരു വലിയ യാഗം നടത്തി. എന്നാൽ യാഗത്തിന്റെ അവസാനമർപ്പിക്കുന്ന ഹവിസ് അഥവാ യജ്ഞഫലം ആർക്കു നൽകണമെന്നതിനെ ചൊല്ലി തർക്കമായി. ശാന്തശീലനും സത്യസന്ധനുമായ ദേവനു മാത്രമേ ഇത് നൽകാവൂ എന്ന് അവർ തീരുമാനിച്ചു. ഇതു പരീക്ഷിക്കാൻ ഭൃഗുമഹർഷി നിയോഗിക്കപ്പെട്ടു. ഭൃഗുമഹർഷി ആദ്യം സത്യലോകത്തെത്തി. ബ്രഹ്മാവ് തന്റെ പത്നിയായ സരസ്വതി ദേവിയുമായി ചേർന്ന് പ്രപഞ്ചസൃഷ്ടിയെക്കുറിച്ച് ഗൗരവമായ ചർച്ചയിലായിരുന്നു. തന്റെ മകൻ കൂടിയായ ഭൃഗുമഹർഷി വന്നത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല. ഞാൻ ഇത്രയും വലിയൊരു മഹർഷിയായിട്ടും അങ്ങയുടെ മകനായിട്ടും എന്നെ ഒന്ന് നോക്കാൻ പോലും അങ്ങേക്ക് സമയമില്ലേ? അത്രയ്ക്ക് അഹങ്കാരമോ അങ്ങേക്ക്? അല്ലയോ ബ്രഹ്മാവേ, രാജസഗുണം നിറഞ്ഞ അങ്ങയെ ഭൂമിയിൽ ആരും ആരാധിക്കില്ല. മനുഷ്യർ അങ്ങേക്കായി ക്ഷേത്രങ്ങൾ പണിയുകയോ പൂജകൾ നടത്തുകയോ ചെയ്യില്ല. അതുകൊണ്ടാണ് ഇന്നും ബ്രഹ്മാവിന് ഭൂമിയിൽ ക്ഷേത്രങ്ങളില്ലാത്തത് എന്നു പറയപ്പെടുന്നു. അടുത്തതായി മഹർഷി കൈലാസത്തിലെത്തി. അവിടെ മഹാദേവനും പാർവതീദേവിയും നൃത്തം ചെയ്യുകയായിരുന്നു. ഭൃഗുമഹർഷി വന്നത് ശിവനും ശ്രദ്ധിച്ചില്ല. ഏറെ നേരം കാത്തുനിന്ന മഹർഷിയുടെ കോപം ഇരട്ടിച്ചു. ഭൃഗുമഹർഷി അലറിക്കൊണ്ടു പറഞ്ഞു, ശിവന്റെ ഈ ഭാവം ഭക്തരെ അവഗണിക്കുന്നതാണ്. ലോകരക്ഷിതാവായ അങ്ങ് തന്നിൽ തന്നെ മുഴുകിയിരുന്നാൽ മതിയോ? അങ്ങയെ ഇനി വിഗ്രഹരൂപത്തിലല്ല, ലിംഗരൂപത്തിൽ മാത്രമേ ജനങ്ങൾ ആരാധിക്കൂ. കോപിഷ്ഠനായ മഹർഷി നേരെ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു. വൈകുണ്ഠത്തിലെത്തുമ്പോൾ മഹാവിഷ്ണു ലക്ഷ്മീദേവിയുടെ മടിയിൽ തലവച്ച് ആനന്ദനിദ്രയിലായിരുന്നു. ലോകം മുഴുവൻ കാത്തുരക്ഷിക്കുന്ന ഭഗവാൻ തന്നെ അവഗണിച്ചുവെന്ന് കരുതിയ ഭൃഗുമഹർഷിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. അദ്ദേഹം നേരെ ചെന്ന ഭഗവാന്റെ നെഞ്ചിൽ ശ്രീവത്സമുള്ള ഭാഗത്ത് ഒരു ചവിട്ടുകൊടുത്തു. പെട്ടെന്നുണർന്ന ഭഗവാൻ കോപിക്കുന്നതിനു പകരം മഹർഷിയുടെ പാദങ്ങളിൽ പിടിച്ചു. മഹാവിഷ്ണു പറഞ്ഞു, അല്ലയോ മഹർഷേ, അങ്ങയുടെ പാദങ്ങൾക്കു വേദനിച്ചോ? കഠിനമായ എന്റെ നെഞ്ചിൽ ചവിട്ടിയപ്പോൾ അങ്ങയുടെ സുകുമാരമായ പാദങ്ങൾക്ക് പോറലേറ്റോ എന്ന് ഞാൻ ഭയക്കുന്നു. ഭൃഗുമഹർഷി സ്തംഭിച്ചുപോയി. മഹാവിഷ്ണു ഭൃഗുമഹർഷിയുടെ പാദത്തിലെ 3-ാം കണ്ണ് അഥവാ അഹങ്കാരത്തിന്റെ പ്രതീകം മഹർഷി അറിയാതെ നീക്കം ചെയ്തു. ഭഗവാന്റെ ക്ഷമയും വിനയവും കണ്ട മഹർഷി കണ്ണീരോടെ മാപ്പപേക്ഷിച്ചു. ത്രിമൂർത്തികളിൽ ശ്രേഷ്ഠൻ വിഷ്ണുവാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. മഹർഷി തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞെങ്കിലും ലക്ഷ്മീദേവിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. സ്വാമി, ഞാൻ വസിക്കുന്ന ഇടമാണ് അങ്ങയുടെ ഹൃദയം. അവിടെ ഒരാൾ ചവിട്ടിയിട്ടും അങ്ങ് അയാളെ പൂജിക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഈ പാപം ചെയ്ത ആളിനെ അങ്ങ് ശിക്ഷിച്ചില്ല. അതിനാൽ ഞാനിനി ഇവിടെ നിൽക്കില്ല, ലക്ഷ്മീദേവി പറഞ്ഞു. ലക്ഷ്മീദേവി വൈകുണ്ഠം ഉപേക്ഷിച്ചു പോയതോടെ ഭഗവാൻ വിഷ്ണു അതീവ ദുഃഖിതനായി. പ്രിയതമയില്ലാത്ത വൈകുണ്ഠം ഭഗവാന് ഒരു ശൂന്യമായ കൊട്ടാരമായി തോന്നി. അദ്ദേഹം ലക്ഷ്മീദേവിയെ തിരഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങിത്തിരിച്ചു. തിരുപ്പതിയിലെ വേങ്കടാഗിരി കുന്നുകളിലെത്തിയ ഭഗവാൻ അവിടെ ഒരു ഉറുമ്പുകൂട്ടിനുള്ളിൽ തപസ്സാരംഭിച്ചു. ആഹാരവും വെള്ളവുമില്ലാതെ അദ്ദേഹം വർഷങ്ങളോളം അവിടെ കഴിഞ്ഞു. ഭഗവാന്റെ ഈ അവസ്ഥ കണ്ട ബ്രഹ്മാവിനും ശിവനും സങ്കടമായി. അവർ ലക്ഷ്മീദേവിയെ കണ്ട് സംസാരിച്ചു. ദേവി, ഭഗവാൻ ഭൂമിയിൽ ആഹാരമില്ലാതെ ഉരുകുകയാണ്. അങ്ങ് അദ്ദേഹത്തെ സഹായിക്കണം. ബ്രഹ്മാവ് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് പിണക്കമുണ്ടെങ്കിലും ഭഗവാൻ പട്ടിണി കിടക്കുന്നത് സഹിക്കാനാവില്ല. ഞാനൊരിടയ സ്ത്രീയായി വരാം. നിങ്ങൾ പശുവും പശുക്കിടാവായും വരിക, ലക്ഷ്മീദേവി പറഞ്ഞു. അങ്ങനെ ലക്ഷ്മീദേവി ആ പശുക്കളെ ആ ദേശത്തെ രാജാവായ ചോളരാജാവിന് വിട്ടു. ആ പശുക്കൾ എന്നും കാട്ടിൽ മേയാൻ പോകുമ്പോൾ അതിൽ പ്രധാനിയായ പശു നേരെ ഭഗവാനിരിക്കുന്ന ഉറുമ്പുകൂട്ടിനടുത്തു ചെല്ലുകയും അവിടെ പാൽ ചുരത്തുകയും ചെയ്യുമായിരുന്നു. കൊട്ടാരത്തിൽ പശു പാൽ തരുന്നില്ലെന്ന് കണ്ടപ്പോൾ
ഇടയൻ ഒരു ദിവസം പശുവിനെ പിന്തുടർന്നു. പശു ഉറുമ്പുകൂട്ടിനു മുകളിൽ പാൽ ചുരത്തുന്നത് കണ്ട ഇടയൻ കോപിഷ്ഠനായി. ഇടയൻ ദേഷ്യത്തോടെ പറഞ്ഞു, അഹങ്കാരിയായ പശുവേ, രാജാവിന്റെ പാൽ നീ ഈ മണ്ണിലാണും കളയുന്നത്? നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കാം. ഇടയൻ തന്റെ കൈയിലിരുന്ന കോടാലിയെടുത്ത് പശുവിനെ ആഞ്ഞുവെട്ടി. എന്നാൽ പശുവിനെ രക്ഷിക്കാനായി ഭഗവാൻ വിഷ്ണു ഉറുമ്പുകൂട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി. ആ കോടാലി നേരെ ഭഗവാന്റെ തലയിൽ തറച്ചു. ഭഗവാന്റെ നെറ്റിയിൽ നിന്ന് രക്തം പ്രവഹിക്കാൻ തുടങ്ങി. ഈ കാഴ്ച കണ്ട് അവിടെയുണ്ടായിരുന്ന നീലാദേവി എന്ന ഗന്ധർവ രാജകുമാരി ഓടിവന്നു. ഭഗവാന്റെ മുറിവിൽ നിന്ന് രക്തം നിലയ്ക്കാത്തത് കണ്ട് അവൾ വല്ലാതെ വിഷമിച്ചു. നീലാദേവി പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ ഈ സുന്ദരമായ മുഖത്ത് ഇത്രയും വലിയ മുറിവോ? ഇത് വെച്ചുകെട്ടാൻ ഇവിടെ തുണിയൊന്നുമില്ലല്ലോ. എന്റെ ഈ മുടി മുറിച്ച് ഞാൻ അങ്ങയുടെ മുറിവിൽ വയ്ക്കാം. യാതൊരു മടിയും കൂടാതെ നീലാദേവി തന്റെ മനോഹരമായ മുടി മുറിച്ച് ഭഗവാന്റെ മുറിവിൽ അമർത്തിവെച്ചു. രക്തം നിലച്ചു. ഭഗവാൻ കണ്ണു തുറന്ന് നീലാദേവിയെ നോക്കി. മകളെ, നിന്റെ ഭക്തി എന്നെ സ്പർശിച്ചു. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സൗന്ദര്യം അവളുടെ മുടിയാണ്. അത് നീ എനിക്കായി ത്യാഗം ചെയ്തു. ഇനി മുതൽ ഈ മലയിൽ എന്നെ കാണാൻ വരുന്ന ഭക്തർ അവരുടെ മുടി എനിക്ക് സമർപ്പിക്കും. ആ മുടി നിനക്ക് ലഭിക്കട്ടെ, ശ്രീനിവാസൻ പറഞ്ഞു. ഇന്നും തിരുപ്പതിയിൽ ഭക്തർ മുടി സമർപ്പിക്കുന്നത് നീലാദേവിയോടുള്ള ഈ കടപ്പാട് കാരണമാണ്. ദ്വാപരയുഗത്തിൽ ഭഗവാൻ കൃഷ്ണൻ വളർന്നത് യശോദയുടെ അടുത്താണല്ലോ. കൃഷ്ണന്റെ ബാലലീലകളെല്ലാം കണ്ട് ആസ്വദിക്കാൻ യശോദയ്ക്ക് ഭാഗ്യം ലഭിച്ചു. എന്നാൽ കൃഷ്ണന്റെ വിവാഹങ്ങൾ, രുക്മിണി, സത്യഭാമ തുടങ്ങിയവരുമായുള്ള വിവാഹങ്ങൾ കാണാൻ യശോദയ്ക്ക് കഴിഞ്ഞില്ല. കാരണം അപ്പോഴേക്കും കൃഷ്ണൻ മധുരയിലേക്കും ദ്വാരകയിലേക്കും പോയിരുന്നു. തന്റെ മകന്റെ വിവാഹം കാണാൻ കഴിയാത്തതിൽ യശോദ അതീവ ദുഃഖിതയായിരുന്നു. ഒരു ദിവസം അവർ കൃഷ്ണനോട് പറഞ്ഞു, കണ്ണാ, നിന്റെ കുസൃതികൾ കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ നിന്റെ ഒരു വിവാഹം പോലും നേരിട്ട് കണ്ട് ആസ്വദിക്കാനുള്ള ഭാഗ്യം ഈ അമ്മയ്ക്കില്ലാതെ പോയല്ലോ. ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, വിഷമിക്കേണ്ട. ഈ ജന്മത്തിൽ അമ്മയുടെ ആഗ്രഹം നടന്നില്ലെങ്കിലും അടുത്ത ജന്മത്തിൽ ഞാൻ അമ്മയുടെ മകനായി തന്നെ അവതരിക്കും. അന്ന് എന്റെ വിവാഹം അമ്മയുടെ കൈകൊണ്ട് തന്നെ നടത്താം. ഇതെന്റെ ഉറപ്പാണ്. ആ വാഗ്ദാനപ്രകാരമാണ് കലിയുഗത്തിൽ യശോദ വകുളാദേവിയായി പുനർജനിച്ചത്. ഭഗവാൻ വിഷ്ണു ശ്രീനിവാസനായി തിരുമലയിലെ വരാഹക്ഷേത്രത്തിന് സമീപമെത്തിയപ്പോൾ അവിടെ ഭഗവാനെ ശുശ്രൂഷിക്കാനായി വരാഹമൂർത്തി വകുളാദേവിയെ ഏൽപ്പിച്ചു. ശ്രീനിവാസനെ കണ്ട മാത്രയിൽ തന്നെ വകുളാദേവിക്ക് തന്റെ മകനോടുള്ള വാത്സല്യം തോന്നി. അവർ അദ്ദേഹത്തെ സ്വന്തം മകനായി വളർത്തി. അന്നു ചന്ദ്രവംശത്തിൽ ജനിച്ച അതിശക്തനും നീതിമാനുമായ ഒരു രാജാവായിരുന്നു ആകാശരാജാവ്. ഇന്നത്തെ തിരുപ്പതി ഉൾപ്പെടുന്ന തൊണ്ടൈമണ്ഡലം എന്ന പ്രദേശം അദ്ദേഹം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന് സുധർമ്മ എന്നൊരു പത്നിയുണ്ടായിരുന്നു. രാജാവിന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ദമ്പതികൾക്ക് കുട്ടികളില്ലാത്തത് വലിയൊരു സങ്കടമായിരുന്നു. കുട്ടികളുണ്ടാകാനായി രാജാവ് തന്റെ ഗുരുവായ ശുഗമഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഒരു പുത്രകാമേഷ്ടി യാഗം നടത്താൻ തീരുമാനിച്ചു. യാഗത്തിനു മുന്നോടിയായി ഭൂമിപൂജ നടത്തുകയും നിലം ഉഴുകയും ചെയ്യേണ്ടതുണ്ടായിരുന്നു. രാജാവ് സ്വർണ്ണക്കലപ്പയുപയോഗിച്ച് മണ്ണ് ഉഴുതുകൊണ്ടിരിക്കെ കലപ്പ ഇന്തിലോ തടഞ്ഞു. മണ്ണ് മാറ്റിനോക്കിയ രാജാവ് അത്ഭുതപ്പെട്ടുപോയി. മണ്ണിനടിയിൽ മനോഹരമായ ഒരു താമരപ്പൂവ്. ആ താമരപ്പൂവിനുള്ളിൽ സുന്ദരിയായ ഒരു പെൺകുഞ്ഞ് ചിരിച്ചുകൊണ്ട് കിടക്കുന്നു. ആകാശരാജാവ് ആവേശത്തോടെ പറഞ്ഞു, ദേവി, ഇതാ നോക്കൂ, ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ നിധി. ഇത്രയും തേജസ്സുള്ള ഒരു കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല. ഗുരു ശുഗമഹർഷി പറഞ്ഞു, രാജാവേ, ഇതൊരു സാധാരണ കുഞ്ഞല്ല. താമരയിൽ നിന്ന് ഉദിച്ചവളായതുകൊണ്ട് ഇവൾ പത്മാവതി എന്നറിയപ്പെടും. പത്മം എന്നാൽ താമര. മഹാലക്ഷ്മിയുടെ അംശമാണിവൾ. ഇവൾ നിങ്ങളുടെ കൊട്ടാരത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. താമരയിൽ നിന്ന് കിട്ടിയതുകൊണ്ട് അവൾക്ക് അലമേലു മങ്ക, തമിഴിൽ അലർ എന്നാൽ പുഷ്പം, മേൽ എന്നാൽ മുകളിൽ, മങ്കൈ എന്നാൽ സ്ത്രീ, പൂവിനു മുകളിലിരിക്കുന്ന സുന്ദരി. അങ്ങനെ ശ്രീനിവാസനായ മഹാവിഷ്ണുവിനുവേണ്ടി പത്മാവതിയായ ലക്ഷ്മീദേവിയുടെ അംശം ഉടലെടുത്തു. പത്മാവതീദേവിക്ക് രാമായണവുമായി ആഴത്തിലുള്ളൊരു ബന്ധമുണ്ട്. ഈ കഥ പത്മാവതിയുടെ മുൻജന്മമായ വേദാവതിയെക്കുറിച്ചുള്ളതാണ്. സീതയ്ക്ക് പകരമായി രാവണന്റെ അടുക്കൽ പോയത് ഈ വേദാവതിയായിരുന്നു. ആ കഥ വിശദമായി പറഞ്ഞുതരാം. 4 യുഗത്തിൽ രണ്ടാമത്തെ,
അതായത് രാമായണം നടന്ന യുഗമാണ് ത്രേതായുഗം. ത്രേതായുഗത്തിൽ കുശധ്വജൻ എന്ന മുനിയുടെ മകളായിരുന്നു വേദാവതി. മഹാവിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കാനായി അവൾ കഠിനമായ തപസ്സു ചെയ്യുകയായിരുന്നു. ഒരിക്കൽ ആ വഴി വന്ന രാവണൻ വേദാവതിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവളെ അപമാനിക്കാൻ ശ്രമിച്ചു. കോപിഷ്ഠയായ വേദാവതി തന്റെ യോഗശക്തിയാൽ അഗ്നി പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചു. മരിക്കുന്നതിനു മുമ്പ് അവൾ രാവണനെ ശപിച്ചു. ദുഷ്ടനായ രാവണ, നിന്റെ നാശത്തിന് കാരണമായി അടുത്ത ജന്മത്തിൽ ഞാൻ വീണ്ടും ജനിക്കും. വർഷങ്ങൾക്ക് ശേഷം രാവനും സീതയും വനവാസത്തിനു പോയപ്പോൾ ലക്ഷ്മണനില്ലാത്ത നേരത്ത് രാവണൻ സീതയെ തട്ടിയെടുക്കാൻ വരുമെന്ന് ഭഗവാൻ രാമൻ മുൻകൂട്ടി അറിഞ്ഞു. രാമൻ അഗ്നിദേവനോട് സഹായം തേടി. അഗ്നിദേവൻ ഒരു പരിഹാരം പറഞ്ഞുകൊടുത്തു. പ്രഭോ, ഞാൻ സീതയുടെ തന്നെ രൂപമുള്ള ഒരു മായാസീതയെ സൃഷ്ടിക്കാം. രാവണൻ കൊണ്ടുപോകുന്നത് ഈ മായയെ മാത്രമായിരിക്കും. അഗ്നിപരീക്ഷാസമയത്ത് ഞാൻ യഥാർത്ഥ സീതയെ അങ്ങേക്ക് തിരികെ നൽകാം. ഈ വേദാവതിയാണ് മായാസീതയായി രാവണന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞത്. യഥാർത്ഥ സീത അഗ്നിക്കുള്ളിൽ സുരക്ഷിതയായിരുന്നു. രാവണന്റെ അധത്തിനുശേഷം സീത അഗ്നിപരീക്ഷ നടത്തിയപ്പോൾ അഗ്നിദേവൻ യഥാർത്ഥ സീതയെ രാമന് കൈമാറി. അപ്പോൾ മായാസീത, അതായത് വേദാവതി, രാമന്റെ മുന്നിൽ വന്നു നിന്നു. ഭഗവാനെ, ഞാൻ അങ്ങേക്കുവേണ്ടി രാവണന്റെ തടവിൽ കഴിഞ്ഞു. ഇനി എനിക്ക് എങ്ങോട്ടാണ് പോകാൻ കഴിയുക? എന്നെ അങ്ങ് സ്വീകരിക്കണം. എന്നാൽ ആ ജന്മത്തിൽ ഏകപത്നീവ്രതം പാലിക്കുന്ന രാമൻ വേദാവതിയോട് പറഞ്ഞു, വേദാവതി, ഈ ജന്മത്തിൽ എനിക്ക് നിന്നെ സ്വീകരിക്കാൻ കഴിയില്ല. എന്നാൽ വരാനിരിക്കുന്ന കലിയുഗത്തിൽ ഞാൻ ശ്രീനിവാസനായി അവതരിക്കും. അന്ന് നീ പത്മാവതിയായി ജനിക്കും. അന്ന് ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. അങ്ങനെ കലിയുഗത്തിൽ പത്മാവതി ലക്ഷ്മീദേവിയുടെ അംശമായി ജനിച്ചു. വർഷങ്ങൾ കടന്നുപോയി. പത്മാവതി അതിസുന്ദരിയായ ഒരു യുവതിയായി വളർന്നു. ഒരു ദിവസം പത്മാവതി തന്റെ തോഴിമാരോടൊപ്പം വനത്തിൽ ഉല്ലസിക്കുകയായിരുന്നു. അതേസമയം വേട്ടയാടാനായി കാട്ടിലെത്തിയ ശ്രീനിവാസൻ, വിഷ്ണു ഭഗവാൻ, ഒരു മദയാനയെ പിന്തുടർന്ന് പത്മാവതിയുടെ അടുത്തുവെച്ച് ആനയെ തടഞ്ഞു. പരസ്പരം കണ്ട നിമിഷം തന്നെ അവർക്ക് തങ്ങളുടെ ജന്മാന്തര ബന്ധം മനസ്സിലായി. ആകാശരാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് നടന്ന വലിയ കല്യാണത്തിന്റെ തുടക്കം ഈ വനത്തിലെ കൂടിക്കാഴ്ചയായിരുന്നു. പത്മാവതിയെ ഇഷ്ടപ്പെട്ട ശ്രീനിവാസൻ തന്റെ വളർത്തമ്മയായ വകുളാദേവിയുടെ അടുത്തെത്തി. ശ്രീനിവാസൻ പറഞ്ഞു, അമ്മേ, ഞാൻ വനത്തിൽ വെച്ച് ഒരു സുന്ദരിയെ കണ്ടു. ആകാശരാജാവിന്റെ മകളായ പത്മാവതി. അവളെ എനിക്ക് വിവാഹം കഴിക്കണം. വകുളാദേവി പറഞ്ഞു, മകനെ, നീയൊരു സാധാരണ വേട്ടക്കാരനല്ലേ? അവൾ വലിയൊരു രാജ്യത്തെ രാജകുമാരിയും. ഈ ബന്ധം എങ്ങനെ നടക്കും? താൻ വെറുമൊരു മനുഷ്യനല്ലെന്ന് അമ്മയെ ബോധ്യപ്പെടുത്താൻ ശ്രീനിവാസൻ തീരുമാനിച്ചു. ശ്രീനിവാസൻ പറഞ്ഞു, അമ്മേ, അങ്ങെന്നെ വെറുമൊരു മകനായി മാത്രം കാണരുത്. കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് ആരായിരുന്നുവെന്ന് ഓർക്കുന്നുണ്ടോ? എന്ത്? കഴിഞ്ഞ ജന്മമോ? നീ എന്താണ് പറയുന്നത്? ശ്രീനിവാസൻ പറഞ്ഞു, അമ്മേ, അങ്ങ് ദ്വാപരയുഗത്തിൽ എന്റെ അമ്മയായ യശോദയായിരുന്നു. അന്നെന്റെ ബാലലീലകൾ കണ്ട് അങ്ങ് സന്തോഷിച്ചു. പക്ഷേ എന്റെ വിവാഹങ്ങൾ കാണാൻ അന്നങ്ങേക്ക് ഭാഗ്യമുണ്ടായില്ല. ആ വരം പൂർത്തിയാക്കാനാണ് ഞാനിപ്പോൾ ഈ വെങ്കടാദ്രിയിൽ ശ്രീനിവാസനായി വന്നിരിക്കുന്നത്. ഞാൻ മഹാവിഷ്ണുവാണ്. പക്ഷേ അമ്മേ, ഭയപ്പെടേണ്ട. ഞാൻ സാക്ഷാൽ മഹാവിഷ്ണുവാണെന്നും അവൾ ലക്ഷ്മീദേവിയുടെ അംശമാണെന്നും രാജാവിന് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്കറിയാം. അമ്മ ധൈര്യമായി പോയിക്കോളൂ. തന്റെ മുന്നിൽ നിൽക്കുന്നത് പ്രപഞ്ചനാഥനാണെന്ന് തിരിച്ചറിഞ്ഞ അവൾ വികാരാധീനയായി. നിനക്ക് വേണ്ടി ആകാശരാജാവിന്റെ കൊട്ടാരത്തിൽ വിവാഹാലോചനയുമായി പോകാൻ എനിക്ക് ഭയമില്ല. ഞാൻ ഉടനെ തിരിക്കാമെന്ന് പറഞ്ഞ് വകുളാദേവി പുറപ്പെട്ടു. ആ സമയത്ത് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ഭഗവാൻ തന്നെ ഒരു തന്ത്രം മെനഞ്ഞു. അദ്ദേഹം ഒരു എരുമക്കാരിയുടെ വേഷം ധരിച്ചു. നെറ്റിയിൽ കുറിയും കയ്യിൽ വടിയും കുട്ടയുമായി ഭാവി പ്രവചിക്കുന്ന ഒരു സ്ത്രീയുടെ രൂപത്തിൽ ഭഗവാൻ പത്മാവതിയുടെ കൊട്ടാരത്തിലെത്തി. ആ സമയത്ത് കാട്ടിൽ വെച്ച് കണ്ട ആ യുവാവിനെ അഥവാ ശ്രീനിവാസനെ ഓർത്ത് മനം നൊന്ത് പത്മാവതി അന്തഃപുരത്തിൽ കഴിയുകയായിരുന്നു. മകളുടെ അസുഖം മാറാത്തതിൽ വിഷമിച്ചിരുന്ന രാജ്ഞി ധരണീദേവി ഭാവി പറയുന്ന ഈ സ്ത്രീയെ കൊട്ടാരത്തിനകത്തേക്ക് ക്ഷണിച്ചു. പത്മാവതിയുടെ കൈ നോക്കിയ ആ വേഷധാരി പത്മാവതിയുടെ മനസ്സിൽ ഒരു യുവാവുണ്ടെന്നും ആ യുവാവിനെ ഓർത്തു തന്നെയാണ് അവൾ ഇങ്ങനെ വിഷമിക്കുന്നതെന്നും വെളിപ്പെടുത്തി. താൻ കണ്ട വേട്ടക്കാരൻ വെറുമൊരു മനുഷ്യനല്ലെന്നും സാക്ഷാൽ മഹാവിഷ്ണുവാണെന്നും തിരിച്ചറിഞ്ഞ പത്മാവതിയുടെ സങ്കടം അതോടെ മാറി. താമസിയാതെ ഒരു വൃദ്ധയായ സ്ത്രീ
വിവാഹാലോചനയുമായി വരുമെന്നും ആ ആലോചന സ്വീകരിച്ചാൽ പത്മാവതിയുടെയും രാജ്യത്തിൻ്റെയും ഭാവി ഐശ്വര്യപൂർണമാകുമെന്നും ആ സ്ത്രീ പ്രവചിച്ചു. ഈ പ്രവചനം രാജാവിനും രാജ്ഞിക്കും വലിയ ആശ്വാസമായി. അറിവാളച്ചിയുടെ വേഷത്തിൽ വന്ന ഭഗവാൻ പത്മാവതിക്ക് സന്തോഷം നൽകി അവിടെ നിന്നും മടങ്ങി. അധികം വൈകാതെ തന്നെ വകുലദേവി അവിടെ എത്തുകയും ചെയ്തു. അറിവാളച്ചിയുടെ വാക്കുകൾ നേരത്തെ കേട്ടിരുന്നതുകൊണ്ട് രാജാവിനും രാജ്ഞിക്കും ആലോചന സ്വീകരിക്കാൻ കൂടുതൽ എളുപ്പമായി. പത്മാവതിയുമായുള്ള വിവാഹം അതിഗംഭീരമായി നടത്താൻ ഭഗവാൻ തീരുമാനിച്ചു. വിവാഹത്തിനുള്ള വസ്ത്രങ്ങൾക്കും സ്വർണത്തിനും ഭക്ഷണത്തിനുമായി വലിയൊരു തുക ആവശ്യമായി വന്നു. എന്നാൽ ഒരു മനുഷ്യരൂപത്തിൽ വന്ന ഭഗവാന്റെ കയ്യിൽ അന്ന് പണമില്ലായിരുന്നു. അപ്പോഴാണ് ബ്രഹ്മാവ് ഒരു വഴി നിർദ്ദേശിച്ചത്. ബ്രഹ്മാവ്: ഭഗവാനെ, ധനദേവനായ കുബേരൻ അങ്ങയുടെ ഭക്തനാണ്. അങ്ങയുടെ വിവാഹത്തിനായി അദ്ദേഹത്തിൽ നിന്ന് കടം വാങ്ങാവുന്നതാണ്. ശ്രീനിവാസൻ കുബേരനെ വിളിച്ചുവരുത്തി. കുബേരൻ ഭയഭക്തിയോടെ ഭഗവാന്റെ മുന്നിലെത്തി. കുബേരൻ പറഞ്ഞു: ഭഗവാനെ, അങ്ങെന്നോട് പണം ചോദിക്കുകയോ? അങ്ങയുടേതല്ലേ ഈ ലോകം മുഴുവൻ? ഇതു ഞാൻ സന്തോഷത്തോടെ നൽകാം. ശ്രീനിവാസൻ പറഞ്ഞു: അല്ല കുബേര, ഇതു ഞാൻ വായ്പയായി മാത്രമേ സ്വീകരിക്കൂ. മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതുകൊണ്ട് എനിക്ക് മനുഷ്യരുടെ നിയമങ്ങൾ പാലിക്കണം. നമ്മൾ തമ്മിൽ ഒരു കൃത്യമായ കരാറുണ്ടാകണം. വിശ്വാസങ്ങളനുസരിച്ച് ബ്രഹ്മാവും ശിവനും സാക്ഷികളായി നിന്നുകൊണ്ട് ശ്രീനിവാസൻ കുബേരനിൽ നിന്ന് 11,40,000 സ്വർണ്ണ നാണയങ്ങൾ കടം വാങ്ങി. ഭഗവാൻ കുബേരന് ഈ തുകയുടെ പലിശ അടച്ചുകൊണ്ടേയിരിക്കണം. കലിയുഗത്തിന്റെ അവസാനം വരെ ഈ കടം നിലനിൽക്കും. ഭക്തർ ഭഗവാന് സമർപ്പിക്കുന്ന കാണിക്കയിൽ നിന്നാണ് ഈ കടം വീട്ടുക. പണം ലഭിച്ചതോടെ കല്യാണൊരുക്കങ്ങൾ തുടങ്ങി. വിശ്വകർമാവ് തിരുമലക്കുന്നുകളിൽ അതിമനോഹരമായൊരു വിവാഹ മണ്ഡപം പണിതു. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു: അമ്മേ, വകുളാദേവി, ഇതാ അങ്ങയുടെ ആഗ്രഹം പോലെ എന്റെ വിവാഹം. അങ്ങ് തന്നെയാണ് എല്ലാം മുന്നിൽ നിന്ന് നടത്തേണ്ടത്. ഇന്ദ്രൻ, വരുണൻ, അഗ്നി തുടങ്ങി എല്ലാ ദേവന്മാരും മുനിമാരും അവിടെയെത്തി. പത്മാവതീദേവി സർവാഭരണ വിഭൂഷിതയായി മണ്ഡപത്തിലെത്തി. മന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയോടെ ശ്രീനിവാസൻ പത്മാവതിയുടെ കഴുത്തിൽ താലി ചാർത്തി. ഇന്നും തിരുപ്പതിയിൽ ഭക്തർ നൽകുന്ന ഓരോ രൂപയും ഭഗവാന്റെ ഈ കടം വീട്ടാനായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് വിശ്വാസം. ഈ വിവാഹം നടക്കുമ്പോൾ ഭഗവാന്റെ ആദ്യ പത്നിയായ മഹാലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നില്ല. ഭഗവാൻ മറ്റൊരു വിവാഹം കഴിച്ചു എന്നറിഞ്ഞ ലക്ഷ്മീദേവി കോപിഷ്ഠയായി തിരുപ്പതിയിലെത്തി. അവിടെ വെച്ച് ലക്ഷ്മീദേവിയും പത്മാവതിദേവിയും തമ്മിൽ വലിയ തർക്കമുണ്ടായി. രണ്ട് ദേവിമാരുടെയും ഇടയിൽപ്പെട്ടുപോയ ഭഗവാൻ സങ്കടത്തോടെയും ആത്മസംഘർഷത്തോടെയും ഒരു തീരുമാനമെടുത്തു. ഭഗവാൻ പുറകിലേക്ക് 7 ചുവടുകൾ വെച്ച് അവിടെ ഒരു ശിലയായി മാറി. ഭഗവാൻ വെച്ച ആ 7 ചുവടുകൾ വെറും തറയിലായിരുന്നില്ല. ആദിശേഷന്റെ 7 ശിരസുകൾക്ക് മുകളിലായിരുന്നു ആ പാദങ്ങൾ പതിഞ്ഞത്. തന്റെ ഭക്തന്റെ മുകളിൽ നിന്നുകൊണ്ട് ലോകത്തെ നോക്കാൻ ഭഗവാനെടുത്ത ആ 7 ചുവടുകളാണ് ഇന്നും ആ വിഗ്രഹത്തെ ഗർഭഗൃഹത്തിന്റെ ഒരു കോണിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഭഗവാൻ അശരീരിയായി അവരോട് പറഞ്ഞു: ഞാൻ ഈ ശിലയ്ക്കുള്ളിലുണ്ടാകും. കലിയുഗത്തിലെ മനുഷ്യരുടെ ദുരിതങ്ങൾ കാണാൻ, അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഞാൻ ഇവിടെ തന്നെ വസിക്കും. കുബേരന്റെ കടം വീട്ടാൻ ഭക്തർ നൽകുന്ന ഓരോ നാണയത്തുട്ടിലും എന്റെ സാന്നിധ്യമുണ്ടാകും. അങ്ങനെ ലക്ഷ്മീദേവി ഭഗവാന്റെ ഹൃദയത്തിന്റെ ഭാഗമായി മാറി. പത്മാവതീദേവി ഭഗവാന്റെ ചാരയും നിന്നു. ഇന്നും തിരുപ്പതിയിലെ ആ വിഗ്രഹം വിയർക്കുന്നതും വിഗ്രഹത്തിനു പിന്നിൽ കടലിരമ്പുന്നതുപോലെയുള്ള ശബ്ദം കേൾക്കുന്നതും ഭഗവാൻ ഇപ്പോഴും അവിടെ ജീവനോടെ ഉള്ളതുകൊണ്ടാണ് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഇന്നും തിരുപ്പതി ദർശനം പൂർത്തിയാകണമെങ്കിൽ തിരുച്ചാനൂരിലെ പത്മാവതി ക്ഷേത്രം കൂടി സന്ദർശിക്കണം എന്നാണ് വിശ്വാസം. നിങ്ങളീ കാണുന്ന തിരുപ്പതിയിലെ 7 മലകൾ വെറും പാറക്കൂട്ടങ്ങളാണോ? അല്ല. മഹാവിഷ്ണുവിന് വസിക്കാൻ വേണ്ടി ആദിശേഷൻ ഭൂമിയിലെടുത്ത രൂപമാണത്. ആ പാമ്പിന്റെ 7 തലകളാണ് ഇന്ന് നമ്മൾ കാണുന്ന 7 മലകൾ. ആ തലപ്പത്താണ് ലോകത്തിന്റെ നാഥൻ കല്ലായി മാറിയത്. ഭഗവാൻ വെച്ച ആ 7 ചുവടുകളും ആദിശേഷന്റെ ഈ 7 ശിരസ്സുകളിലായിരുന്നു. വായുദേവനും ആദിശേഷനും തമ്മിൽ ആരാണ് ശക്തൻ എന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ടായി. ഇതിന് പരിഹാരമായി ഭഗവാൻ വിഷ്ണു ഒരു പരീക്ഷണം വെച്ചു. വൈകുണ്ഠത്തിലെ ആനന്ദാദ്രി എന്ന മലയെ ആദിശേഷൻ തന്റെ 1000 തലകൾ കൊണ്ട് ചുറ്റിപ്പിടിക്കണം. വായുദേവൻ തന്റെ ശക്തി ഉപയോഗിച്ച് ആ മലയെ അവിടെ നിന്ന് മാറ്റണം.
ആദിശേഷൻ മലയെ കടുപ്പത്തിൽ ചുറ്റിപ്പിടിച്ചു. വായുദേവൻ അതിശക്തമായ കൊടുങ്കാറ്റായി മാറി മലയെ തകർക്കാൻ ശ്രമിച്ചു. കുറേ നേരം യുദ്ധം തുടർന്നെങ്കിലും ആദിശേഷനെ മാറ്റാൻ വായുദേവനായില്ല. യുദ്ധം കൊടുമ്പിരിക്കൊള്ളവേ ലോകം മുഴുവൻ വായു സ്തംഭിക്കുകയും ജീവജാലങ്ങൾ ശ്വാസം മുട്ടുകയും ചെയ്തു. ഇത് കണ്ട ഭഗവാൻ വിഷ്ണു ആദിശേഷനോട് ഒരു നിമിഷം മലയിലെ പിടി അയയ്ക്കാൻ ആവശ്യപ്പെട്ടു. ആദിശേഷൻ തന്റെ ഒരു തല അല്പം മാറ്റിയ നിമിഷം വായുദേവൻ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ മലയെ അടർത്തി മാറ്റി. വായുദേവന്റെ ശക്തിയിൽ ആ മല പറന്നുവന്നു വീണത് ഇന്ന് നമ്മൾ കാണുന്ന തിരുമലയിലാണ്. അങ്ങനെയാണ് ആനന്ദാദ്രി എന്ന വൈകുണ്ഠത്തിലെ മല ഭൂമിയിലെ ശേഷാചലമായി മാറിയത്. ഈ മലനിരകളെ സന്യാസിമാർ വിശേഷിപ്പിക്കുന്നത് ആദിശേഷന്റെ ശരീരഭാഗങ്ങളായിട്ടാണ്. ശിരസ് ഭഗവാൻ വസിക്കുന്ന തിരുമല വെങ്കടാദ്രി, ശരീരം അഹോബിലം, ഇവിടെയാണ് നരസിംഹസ്വാമി വസിക്കുന്നത്. വാൽ ശ്രീശൈലം, ഇവിടെ മല്ലികാർജുനസ്വാമി അഥവാ ശിവൻ വസിക്കുന്നു. ഇവ തമ്മിൽ ഏകദേശം 200 മുതൽ 300 വരെ കിലോമീറ്റർ ദൂരമുണ്ട്. തിരുപ്പതിയിൽ നിന്ന് അഹോബിലത്തിലേക്ക് ഏകദേശം 230 കിലോമീറ്റർ. അവിടെ നിന്ന് വീണ്ടും ദൂരമുണ്ട്. പക്ഷേ രസകരമായ കാര്യം, ഈ 3 ക്ഷേത്രങ്ങളും ഈ ഒറ്റ പർവ്വതനിരയുടെ അഥവാ മൗണ്ടൻ റേഞ്ചിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ആദിശേഷൻ പർവ്വതമായി മാറിയപ്പോൾ വിഷ്ണുവും ശിവനും ആ പാമ്പിന്റെ ശരീരത്തിന്റെ 2 ഭാഗങ്ങളിലായി വസിക്കുന്നു എന്ന് പറയുന്നത്. മറ്റേതൊരു ക്ഷേത്രമെടുത്താലും അവിടെ ഒരു ശില്പി കൊത്തിയെടുത്ത വിഗ്രഹത്തിലാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. എന്നാൽ തിരുപ്പതിയിലെ പ്രത്യേകത അതല്ല. ഇവിടെ ഭഗവാൻ തന്നെ ശിലയായി മാറുകയായിരുന്നു. ദ്വാപരയുഗത്തിലെ കൃഷ്ണാവതാരത്തിനു ശേഷം തന്റെ ഭക്തരെ സംരക്ഷിക്കാനായി ഭഗവാൻ എടുത്ത അടുത്ത മനുഷ്യാവതാരമായാണ് ശ്രീനിവാസനെ ഭക്തർ കാണുന്നത്. ആ രൂപം തന്നെയാണ് ഇന്നും മാറ്റമില്ലാതെ തിരുപ്പതിയിൽ കുടികൊള്ളുന്നതും. അതുകൊണ്ടാണ് തിരുപ്പതിയെ വെറുമൊരു ക്ഷേത്രമായല്ല, മറിച്ച് ഭൂമിയിലെ വൈകുണ്ഠമെന്നും മഹാവിഷ്ണുവിന്റെ ഭൂമിയിലെ വീട് എന്നും നമ്മൾ വിളിക്കുന്നത്. തന്റെ ഭക്തർക്ക് വേണ്ടി വൈകുണ്ഠം വിട്ട് ഭൂമിയിൽ ശിലയായി മാറിയ ആ കരുണാനിധിയായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്നും അദ്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. രാത്രികാലങ്ങളിൽ ഭഗവാൻ ശ്രീകോവിലിനുള്ളിൽ നടക്കുമ്പോൾ കേൾക്കുന്ന ചിലമ്പൊലിയും വിഗ്രഹത്തിൽ നിന്നും പൊടിയുന്ന വിയർപ്പുതുള്ളികളും പച്ചക്കർപ്പൂരം പോലെയുള്ള അദ്ഭുതങ്ങളും ഇന്നും ശാസ്ത്രത്തിന് ഒരു വെല്ലുവിളിയാണ്. ആർക്കും തെളിയിക്കാൻ കഴിയാത്ത തിരുപ്പതിയിലെ അത്തരം മാസ്മരിക രഹസ്യങ്ങളെക്കുറിച്ച് മാത്രമായി ഞാനൊരു പ്രത്യേക വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ആ രഹസ്യങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും ആ വെങ്കടാചലപതി കേൾക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.